നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രക്തസാക്ഷികൾ സഭയ്ക്ക് കരുത്താണ്, അവരുടെ ചുടുനിണമാണ് സഭയുടെ ജീവൻ എന്നവരുടെ ജീവിതത്തിലൂടെ നാം ഓരോ എപ്പിസോഡിലും പഠിക്കുകയാണ്. സഭയെന്നും പീഡനങ്ങൾ സഹിക്കണം. അവരുടെ വേദനകളിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക. അവരുടെ രക്തമാണ് നമുക്ക് ഓക്സിജനായിട്ട്, ജീവനായിട്ട് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് എന്നും സഭ രക്തസാക്ഷിത്വത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്. ആ രക്തസാക്ഷിത്വം കണ്ടെത്തുമ്പോൾ നാം വിഷമിക്കരുത്, പകരം അത് സഭയ്ക്ക് ഓജസ് നൽകുന്നതാണ്, മുഖം പ്രശോഭിക്കുന്നതാണെന്നാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. ഓരോ രക്തസാക്ഷികളുടെയും ജീവിതം സഭയുടെ മുഖം പ്രശോഭിപ്പിക്കും, തിളക്കമുള്ളതാക്കി തീർക്കും. ഭാരതത്തിൽ രക്തസാക്ഷികളെ നാം അനുസ്മരിക്കുന്നു. 2007 പുല്ലുവഴിയിലെ വട്ടാൽ കുടുംബത്തിൽ പൈലി ഏലിയാമ്മ ദമ്പതികളുടെ കാൽ തൊട്ട് വന്നിച്ച് സുമന്ദർ സിംഗ് എന്നൊരു വ്യക്തി മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അത് മറ്റാരുടെയും വീടല്ല, നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ വീട്. രക്തസാക്ഷിയായി തീർന്ന റാണി മരിയയാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനിക്കുക, പഠിക്കുക. സിസ്റ്റർ റാണി മരിയ ആശയറ്റവരുടെ പക്ഷം ചേർന്ന് ക്രിസ്തുവിനെ പകർന്നു നൽകിയതിന് സ്വന്തം ജീവൻ തന്നെ നൽകേണ്ടി വന്ന രക്തപുഷ്പമാണ് സിസ്റ്റർ റാണി മരിയ. കീഴാളരുടെ വേദനകൾക്ക് പരിഹാരവും അവർക്കാവശ്യമായ ജീവനോപാധികൾ കണ്ടെത്തി അവരെ നിവർന്നു നിൽക്കുവാൻ ശീലിപ്പിച്ച സിസ്റ്റർ പ്രാദേശിക മേലാളന്മാരുടെ കണ്ണിലെ കരടായിരുന്നു. അതിനവർ വിധിച്ചത് മരണശിക്ഷയും. രക്തക്കറമായാത്ത സിസ്റ്ററുടെ മൃതശരീരം ഇൻഡോറിലെ ഉദയനഗരിയിലെ തെരുവുകളിൽ ആയിരങ്ങളുടെ വിലാപങ്ങളായി ഒഴുകിയപ്പോൾ അതിൻ്റെ തീ അണഞ്ഞത് ഘാതകനായ സുമന്ദർ സിംഗിൻ്റെ മാനസാന്തരത്തിലാണ്. ഭാരതത്തിനും ലോകത്തിനും ക്രൈസ്തവ മാതൃക വരച്ചു കാണിച്ച മഹനീയ സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. സിസ്റ്റർ റാണി മരിയ ഭാരതസഭയുടെ ധീരപുത്രിയാണ്. 1954 എറണാകുളം ജില്ലയിലെ പുല്ലുവഴി എന്ന ഗ്രാമത്തിൽ 7 മക്കളിൽ രണ്ടാമതായിട്ടാണ് റാണി മരിയ ജനിക്കുക. ഒരു സാധാരണ കുടുംബം, അവൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു സാഹചര്യം. സാധാരണ കുടുംബത്തിൽ മാതാപിതാക്കൾ നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുകയാണ്. സാധാരണ പോലെ അവൾ വിദ്യാഭ്യാസത്തിൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ തൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മയോടുള്ള ആഴമായൊരു സ്നേഹം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആഴമായ വിശ്വാസ ചൈതന്യം, അതെല്ലാം ആ കുടുംബത്തിൽ നിന്ന് കിട്ടുകയാണ്.
വാഴ്ത്തപ്പെട്ട റാണി മരിയ പറയുന്നുണ്ട്, എൻ്റെ വല്യമ്മയിൽ നിന്ന് എനിക്കെല്ലാം പഠിക്കുവാൻ സാധിച്ചു. ദൈവവിശ്വാസവും ദൈവസ്നേഹവും അവരോടുള്ള സ്നേഹവും എല്ലാം. എൻ്റെ അമ്മ കഠിനാധ്വാനിയായിരുന്നു. അപ്പൻ ശീലമുള്ള ആളായിരുന്നു. പ്രാർത്ഥന, വിശ്വാസമെല്ലാം എൻ്റെ വല്യമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഒരു വാഴ്ത്തപ്പെട്ട ഒരു വ്യക്തി തനിക്ക് ലഭിച്ച പ്രാഥമിക വിദ്യാഭ്യാസം, വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ വികാരിയച്ഛനിൽ നിന്നല്ല, വേദപാഠ ക്ലാസ്സുകളിൽ നിന്നല്ല, മറ്റ് അധ്യാപകരിൽ നിന്നല്ല ലഭിച്ചതെന്ന് പറയുന്നത്, പകരം കുടുംബമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് എനിക്കെല്ലാം ലഭിച്ചത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. തൻ്റെ ചെറുപ്പത്തിൽ തനിക്ക് വീട്ടിൽ വരുമായിരുന്ന കുഞ്ഞു മിഷനറി, ആ മിഷനറി ചെറിയൊരു പുസ്തകം, അതിൽ ഒരു മിഷനറി ആകണമെന്നുള്ളൊരു താല്പര്യം, വിശുദ്ധരെക്കുറിച്ചുള്ള കഥകൾ വല്യമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ വിശുദ്ധരെക്കുറിച്ച് കേൾക്കുമ്പോൾ, രക്തസാക്ഷികളെക്കുറിച്ച് കേട്ടപ്പോൾ അവൾക്ക് ഒരു വിശുദ്ധയായി തീരണം, എനിക്കൊരു രക്തസാക്ഷിണിയായി തീരണമെന്നുള്ള ആഗ്രഹം കൊച്ചു ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ 84 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, പക്ഷി എവിടെയാണ് കൂടൊരുക്കുക? അത് മറ്റെവിടെയുമല്ല, ബലിപീഠത്തിലാണ് ആ കുഞ്ഞിന് സ്ഥലം കണ്ടെത്തി വീടൊരുക്കിയത്. പരിശീലനം നൽകിയത് ആ മദ്ബഹായിലാണെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ, വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ അത് പരിപുഷ്ടമാകും. എങ്ങനെയുള്ള ആളുകൾ? ബലിപീഠത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇവിടെ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ കുടുംബം അത് ഒരു ബലിപീഠമായിരുന്നു. അവിടെ വൈകുന്നേരങ്ങളിൽ സീരിയലല്ല ആ വീട്ടിലുള്ളത്, കയ്യിൽ മൊബൈൽ എപ്പോഴും കണ്ടുകൊണ്ടല്ല മക്കൾ വളരുന്ന ആ സാഹചര്യമല്ല. അതിനപ്പുറത്ത് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വാഴ്ത്തപ്പെട്ട റാണി മരിയ പറയുന്നുണ്ട്, എന്നെ അഭ്യസിപ്പിച്ചു, ഈശോ മറിയം യോസേപ്പേ എൻ്റെ സഹായമാകണമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ ദീ. ഈ വാക്കുകളാണ് അവൾ പറഞ്ഞിരുന്നത്, അവളെ പരിശീലിപ്പിച്ചിരുന്നത് വല്യമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും എല്ലാം കിട്ടിയ നല്ല പാഠങ്ങൾ. അപ്പോൾ ഒരു കുടുംബം എങ്ങനെയുള്ളതായിരിക്കണം ഏത് നിമിഷവും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് 2 പേരെ ദൈവവിളിക്കായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചുകൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. റാണി മരിയ, വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ സഹോദരി സെൽമിയും 2 പേരെയും വിളിക്കുകയാണ്. അവർ തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു സന്യാസിനി ആകണം എന്ന ആഗ്രഹം അവളിൽ അങ്കുവയ്ക്കുമ്പോൾ അത് പങ്കുവെക്കുന്നു. മാതാപിതാക്കൾ അതിനോട് പൂർണ്ണമായിട്ടും വിധേയപ്പെടുകയാണ്, അത് ദൈവത്തിൻ്റെ വിളിയാണെന്നറിയാം. എന്നാൽ സഹോദരങ്ങളും മറ്റ് ബന്ധത്തിലുള്ളവരും അതിനെ എതിർക്കുമ്പോൾ മാതാപിതാക്കൾ പറയുന്നുണ്ട്, ഒരു ദൈവവിളി ലഭിക്കുക അത്ര എളുപ്പമല്ല. ദൈവം സ്നേഹിക്കുന്നവരെയാണ് വിളിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ദൈവം വിളിച്ചെങ്കിൽ നാം ബഹുമാനിക്കപ്പെടുന്നു. ഓരോ മാതാവും പിതാവും എത്ര കൃത്യമായിട്ട് നൽകേണ്ട ഉത്തരമാണ്. ദൈവവിളി ഉണ്ടെന്ന് കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നിനക്ക് ആ ദൈവവിളി ഇല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തകൾ നുള്ളിക്കളയുകയും ചെയ്യുന്ന ക്രൂരരായ മാതാപിതാക്കളാണ് പലപ്പോഴും കണ്ടുമുട്ടുക. എന്നാൽ ഇവിടെ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ മാതാപിതാക്കൾ അവൾക്ക് ദൈവവിളി ഉണ്ടെന്ന് കണ്ടപ്പോൾ ചുറ്റും എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ പറഞ്ഞയക്കുകയാണ്. ഒരു ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ അവൾ ചേരുകയാണ്. സന്യാസ സമൂഹത്തിൽ ചേരുമ്പോൾ അവരുടെ സന്യാസ സമൂഹത്തെക്കുറിച്ചും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രേക്ഷിത ചൈതന്യത്തെക്കുറിച്ചും ഈ സന്യാസ സമൂഹം ഇന്ത്യയിൽ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൾ വിചാരിക്കുകയാണ്, എനിക്ക് കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്, അവിടെ കർത്താവ് എന്നെ ക്ഷണിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് മിഷനിലേക്ക്. 1974 അവൾ ആദ്യ വ്രതം സ്വീകരിക്കുകയാണ്. ആദ്യ വ്രതം സ്വീകരിച്ചുകൊണ്ട് അവൾ മിഷൻ ഓപ്റ്റ് ചെയ്യുകയാണ്, മിഷനിലേക്ക് പോകാൻ. അപ്പോൾ അവൾക്ക് ആ വ്രത സ്വീകരണം കഴിഞ്ഞ ഉടൻ തന്നെ മിഷനിലേക്ക് ബിജ്നോർ രൂപതയിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുക. ആ സമയത്ത് ബിജ്നോർ രൂപതയിൽ പാവങ്ങൾക്ക് വേണ്ടി അവൾ ശുശ്രൂഷ ചെയ്യുകയാണ്, ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന്. ഈശോ മറിയ യോസേപ്പേ എന്നുള്ള എപ്പോഴും നാമം മനസ്സിലുണ്ട്, ഈശോ എന്ന നാമം. അവൾ ഗ്രാമങ്ങളിൽ അവർക്ക് വെളിച്ചമില്ലായിരുന്നു, റോഡില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. ഇതെല്ലാം ഈ പാവപ്പെട്ടവരിൽ എത്തിക്കുവാൻ വേണ്ടി ആ കൊച്ചു സന്യാസിനിക്ക് ആരംഭ കാലഘട്ടത്തിൽ തന്നെ സാധിക്കുകയാണ്. ഇത്രയും അത്ഭുതകരമായിരിക്കുന്നു.
ആ വലിയൊരു പ്രചോദനം ദൈവത്തിൻ്റെ വഴികൾ എത്ര നിഗൂഢങ്ങളാണെന്ന് വീണ്ടും നാം ധ്യാനിക്കുകയാണ്. ഓരോ വിളി നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നത് എത്ര അത്ഭുതകരമായിരിക്കുന്നു. വിശുദ്ധയെ പ്രത്യേകമായിട്ട് നിയോഗിക്കുകയാണ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട്. ആ പ്രദേശത്തുള്ള ആളുകളുടെ പ്രത്യേകമായിട്ട് ഉള്ള സ്നേഹത്തിന് പാത്രീഭൂതയായി അവരെ സഹായിക്കുവാൻ അവൾക്ക് സാധിക്കുകയാണ്. അതിനുശേഷം പിന്നീട് നിത്യവ്രതത്തിനായിട്ട് പരിശീലനത്തിനായിട്ട് വരികയും 1980 നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് നിയോഗിക്കപ്പെട്ടത് സാറ്റ്ന രൂപതയിലാണ്. സാറ്റ്ന രൂപതയിൽ തൻ്റെ പ്രത്യേകമായ നിയോഗങ്ങൾ വ്യത്യസ്തമായ ശൈലിയിലായിരുന്നു. അവരെ പ്രത്യേകമായിട്ടുള്ള തൊഴിലുകൾ പരിശീലിപ്പിക്കുക പാവങ്ങളുടെ ഇടയിൽ. ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകൾ അവരെ പരിശീലിപ്പിക്കുന്നു. തേനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ആ മേഖലകളിൽ പരിശീലിപ്പിച്ചു അവൾ. അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ശുശ്രൂഷകൾ സാറ്റ്ന രൂപതയിൽ ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ മാസ്റ്റർ ബിരുദം നേടുവാനും വാഴ്ത്തപ്പെട്ട റാണി മരിയായ്ക്ക് സാധിക്കുകയാണ്. 1992 തൻ്റെ ശുശ്രൂഷ ഇൻഡോർ രൂപതയിലെ ഉദയനഗർ പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ കടന്നു വരുമ്പോൾ തൻ്റെ വിശുദ്ധിയിലേക്കുള്ള വിളിയുടെ അവസാനത്തെ അധ്യായത്തിലേക്കാണ് അവൾ കടന്നു വരുന്നതെന്ന് ആ പ്രിയപ്പെട്ടവൾ അറിഞ്ഞിരുന്നില്ല എന്ന് ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാവുകയില്ല. വ്യത്യസ്തമായ സാഹചര്യമാണ്. അവിടെ ഗിരിവർഗ്ഗക്കാരുണ്ട്. ഒരു വലിയ പർവ്വതങ്ങളുടെ ചുവട്ടിൽ അങ്ങനെ മലകളുള്ള പ്രദേശത്ത് ഗിരിവർഗ ആളുകൾ, പലപ്പോഴും അവിടെയുള്ള ജന്മികൾ, പ്രഭുക്കൾ ഇവരെ ചൂഷണം ചെയ്യുകയാണ്. അവർ എപ്പോഴും തൊഴിലെടുക്കണം, പക്ഷേ ആവശ്യമായിട്ടുള്ള കൂലി ലഭിക്കുന്നില്ല. അങ്ങനെ അവർ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. അവർ അക്ഷരാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. അവിടേക്കാണ് നമ്മുടെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ എല്ലാ നല്ല പരിചയത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി റാണി മരിയ വാഴ്ത്തപ്പെട്ടവൾ ചെല്ലുന്നത്. ആ അവസരത്തിൽ അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ഓരോന്നായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരെ പ്രത്യേകമായിട്ട് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. മറ്റ് തൊഴിലുകൾ അവരെ അഭ്യസിപ്പിച്ചു. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വ്യത്യസ്തമായ തൊഴിലുകൾ, ഇതെല്ലാം അവരെ പരിശീലിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ആ വസ്തുക്കളെല്ലാം കൊണ്ടുപോയി വിൽക്കുവാൻ സഹായിക്കുന്നു. അങ്ങനെ അവരുടെ സാമ്പത്തികമായിട്ട് അവരെ ഉയർത്തുവാൻ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ പ്രവർത്തനങ്ങൾ വളരെ സഹായകമായി. അവർക്ക് ലോണിനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി ലോൺ എടുക്കുവാൻ ചെല്ലുമ്പോൾ ബാങ്കിൽ നിന്നുള്ളവർ ഒരിക്കലും തന്നെ ലോൺ നൽകുകയില്ല. കാരണം പാവപ്പെട്ടവരായതുകൊണ്ട്, ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട്. അപ്പോൾ ലോൺ എടുക്കുന്ന ഒരിക്കൽ ബാങ്ക് മാനേജർ ഇപ്രകാരം പറഞ്ഞു, എന്തിനാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിന്നെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്? അപ്പോൾ കഴുത്തിലുണ്ടായിരുന്ന കുരിശെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ. ഇത്ര ആഴമായ ദൈവസ്നേഹമാണ് ഈ വാഴ്ത്തപ്പെട്ടവളിൽ ഉണ്ടായിരുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അവർ. ഈ കുരിശാണ് എനിക്ക് ശക്തി നൽകുന്നത്. അങ്ങനെ ബാങ്ക് മാനേജർ അപ്പോൾ തന്നെ ലോണിനുള്ള ലോൺ കാര്യങ്ങൾ ക്ലിയറാക്കുകയും ലോൺ നൽകുകയും ചെയ്തുവെന്ന് വായിക്കുകയാണ്. ആ അവസരത്തിൽ പ്രത്യേകമായിട്ട് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം അവരിൽ ആഴപ്പെട്ടു എന്നുള്ളതാണ്. വലിയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവർക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. കാരണം ജന്മിമാർ ചൂഷണം ചെയ്തിരുന്നു ഇവരെ. ആ ചൂഷണം പതുക്കെ ഇല്ലാതാകുകയാണ്. കാരണം സാമ്പത്തികമായിട്ട് അവർ ഉയരാൻ തുടങ്ങി. അപ്പോൾ അവരുടെ എതിർപ്പ് വളരെ ശക്തമായി. തന്നെ കണ്ടുമുട്ടിയ ആളുകളിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം സുവിശേഷം പ്രസംഗിക്കുവാനും റാണി മരിയായ്ക്ക് സാധിച്ചു എന്നുള്ളതും ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ടതാണ്. തൻ്റെ ജീവിതം സുവിശേഷം പ്രസംഗിക്കുവാനുള്ളതാണ്, സുവിശേഷം പങ്കുവെക്കുവാനുള്ളതാണ്. അതിൽ നിന്ന് പിന്മാറുവാൻ അവർ തയ്യാറായില്ല. താൻ എപ്പോഴും യേശു യേശു, ഈശോ ഈശോ എന്ന നാമം തൻ്റെ അധരത്തിൽ ഉണ്ടായിരുന്നു. അത് പങ്കുവെക്കുമായിരുന്നു മറ്റുള്ളവരുമായിട്ട്. അവരുടെ ശുശ്രൂഷയുടെ പ്രാഗൽഭ്യവും അതിൻ്റെ മഹാത്മ്യവും അവരുടെ സമർപ്പണവും എല്ലാം മറ്റുള്ളവർ ദർശിച്ചു. എപ്പോഴും വിശുദ്ധ റാണി മരിയ തന്നെ മറ്റുള്ളവരോട് പങ്കുവെച്ച ഒരു കാര്യം, 1 മണിക്കൂർ സമയം ഈശോയോടൊപ്പം വ്യക്തിപരമായിട്ട്. ഏതൊരു വിശുദ്ധരും ജീവിതത്തിൽ കൃത്യതയോടുകൂടി പാലിക്കുന്നതാണ്. ആർക്കെങ്കിലും വിശുദ്ധരാകണമോ 1 മണിക്കൂർ സമയം ഈശോയോടൊപ്പം ചിലവഴിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തും.
24 മണിക്കൂർ ദൈവം നമുക്ക് വെറുതെ നൽകുന്നു. അതിൽ1 മണിക്കൂർ കർത്താവിനോടൊപ്പമായിരുന്നാൽ അതായിരുന്നു വിശുദ്ധ ചെയ്തിരുന്നത്. അതായിരുന്നു അവരുടെ കരുത്ത്, അതായിരുന്നു അവരുടെ ശക്തി. ആ വിശുദ്ധയുടെ വലിയ ആ സ്നേഹവും കരുതലുമെല്ലാം ദിവ്യകാരുണ്യത്തിൽ നിന്ന് കിട്ടിയ കരുത്തായിരുന്നു. അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊണ്ടായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. ആ മന്ത്രം, അവരുടെ സമാധാന മന്ത്രം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കർത്താവേ, എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്താപമുള്ളിടത്ത് സന്തോഷവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും ഞാൻ വിധിക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും എനിക്കിടയാകട്ടെ. എന്തുകൊണ്ടെന്നാൽ കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമാധാന പ്രാർത്ഥന താൻ ആരുടെ ചൈതന്യം സ്വീകരിച്ചോ ആ വലിയ വിശുദ്ധൻ്റെ സമാധാന പ്രാർത്ഥനയുടെ ആഴം സ്വന്തമാക്കുവാൻ ഈ വാഴ്ത്തപ്പെട്ട സന്യാസിനിക്ക് സാധിച്ചിരുന്നു എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. തൻ്റെ പ്രവർത്തനത്തിലെല്ലാം അവർ സമാധാനത്തിൻ്റെ പ്രവാചികയായിരുന്നു. അവർക്ക് അനീതിയോട് വിട്ടുവീഴ്ചകൾ ഉണ്ടായിരുന്നില്ല, അതിനോടൊരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ചു, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചു. എന്നാൽ അവർ ചൂഷണം ചെയ്യപ്പെട്ട ഈ വിഭാഗത്തോടൊപ്പം അവർ ജീവിതം സമർപ്പിച്ചു, ഈശോയെപ്പോലെ. അതുകൊണ്ട് അവർക്ക് ശത്രുക്കളും ഉണ്ടായി. എങ്കിലും തൻ്റെ പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാ ചൈതന്യത്തിന് നടുവിലും സഭ അംഗീകാരം നൽകുമ്പോൾ 1994 പ്രൊവിൻഷ്യൽ കൗൺസിലറായിട്ട്, സാമൂഹ്യ സേവനത്തിലെ കൗൺസിലറായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വമാണ് അവർക്ക് കർത്താവ് നൽകിയത്. നാട്ടിലേക്ക് പോരേണ്ട ദിവസം 1995 ജനുവരി 25 നാട്ടിലേക്ക് പോരുന്നതിന് വേണ്ടി പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോകുവാൻ അതിരാവിലെ ബസ് കയറി. സാധാരണയായിട്ട് സിസ്റ്റേഴ്സ് ബസ്സിലേക്ക് കയറുമ്പോൾ ഏറ്റവും മുൻനിരയിൽ സീറ്റ് ഒരുക്കി കൊടുക്കും ഡ്രൈവർ, കണ്ടക്ടറുടെ സഹായത്തോടു കൂടി. അത്ര ബഹുമാനമാണ് സിസ്റ്റേഴ്സിനോട്. എന്നാൽ അന്നത്തെ ദിവസം പ്രത്യേകതയായിട്ട് സിസ്റ്ററിനോട് ചില ആളുകൾ പറഞ്ഞു, ഇവിടെയല്ലേ ഇരിക്കേണ്ടത്, പുറകിൽ പോയിരിക്കൂ. ഏറ്റവും പുറകിലാണ് കൊണ്ടിരുത്തിയത്. അപ്പോൾ അവർക്ക് സംശയം തോന്നി, ഇതെന്തൊരു പെരുമാറ്റം. ബസ് മുന്നോട്ട് നീങ്ങി പതുക്കെ ഒരു കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഒരു ദേവൻ്റെ പ്രതിഷ്ഠ. അവിടെ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ആ ദേവൻ്റെ പ്രതിഷ്ഠയുടെ മുൻപിൽ തേങ്ങ ഉടച്ചു. അതിനുശേഷം ആ തേങ്ങ 3 പേർ ഒരുമിച്ച് ചേർന്ന് 3 പേര് തേങ്ങ കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം ചെയ്തു. സിസ്റ്ററിന് തേങ്ങ കൊടുത്തു. തേങ്ങ കൊടുത്തപ്പോൾ ആ തേങ്ങ വാങ്ങാൻ റാണി മരിയ സിസ്റ്റർ കൈ നീട്ടി. എന്നാൽ ആ തേങ്ങ പിൻവലിച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന കഠാര കൊണ്ട് നിരവധി തവണ സിസ്റ്ററിനെ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. അതിനുശേഷം അവരെ ബസ്സിലൂടെ വലിച്ചഴിച്ചു. ഇത് കണ്ട എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി, നിലവിളിച്ചു. ഈ ഘാതകർ 3 പേര് ഘാതകർ, ആ ഘാതകർ പുറത്തേക്ക് സിസ്റ്റർ റാണി മരിയയെ പുറത്തേക്ക് വലിച്ചിട്ട് വീണ്ടും ആഞ്ഞുകുത്തി 50-ലധികം തവണ കുത്തി മുറിവേൽപ്പിച്ചു. രക്തം വാർന്നു. കുറ്റിക്കാട്ടിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞു. ഈ വിവരമറിഞ്ഞ രൂപതാധ്യക്ഷനും മറ്റുള്ളവരും സിസ്റ്ററിനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിണിയായി തീർന്നു. നമുക്കേവർക്കും ആവേശമായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ വാഴ്ത്തപ്പെട്ട റാണി മരിയ. ആശുപത്രിയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ വരികയാണ്. 100 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രി, 100 കിലോമീറ്റർ അകലെയുള്ള ഉദയനഗർ, ഇവർ താമസിച്ചിരുന്ന മഠത്തിന് 6 കിലോമീറ്റർ മുമ്പിൽ വെച്ച് ബസ് അവിടെ നിർത്തി. അതിനുശേഷം ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ 6 കിലോമീറ്റർ നടന്നാണ് ആ സന്യാസിനിക്ക്, രക്തസാക്ഷിണിയെ ആ പ്രദേശത്തുള്ള ഗിരിവർഗക്കാർ ബഹുമാനിച്ചത്. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ഒരിക്കലും മണ്ണിലേക്ക് ഒതുങ്ങി അവസാനിച്ചില്ല. അവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് രക്തസാക്ഷിണി ഉയർത്തെഴുന്നേൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2017
നവംബർ 4-ാം തീയതി വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. സഭ അംഗീകരിക്കുകയാണ് അവരുടെ ശുശ്രൂഷയും മരണവുമെല്ലാം. ഇതൊരു വലിയ പാഠമാണ്. ഘാതകരായ സുമീന്ദർ സിംഗിനെ തൻ്റെ സിസ്റ്റർ സഹോദരി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ജയിലിൽ പോയി കണ്ട് ഞങ്ങൾക്കൊരു വിഷമവുമില്ല, ക്ഷമിക്കുമ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്, പാഠം പഠിപ്പിക്കുക. വലിയ വിശുദ്ധൻ്റെ പാഠം പഠിപ്പിക്കുകയാണ് അവിടെ. ക്ഷമിക്കുമ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്. തൻ്റെ സഹോദരിയുടെ ഘാതകരെ ജയിലിൽ പോയി കണ്ട് അവരുടെ കയ്യിൽ രാഖി കെട്ടി സൗഹൃദം പ്രഖ്യാപിക്കുമ്പോൾ, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന ഈശോയുടെ കുരിശിലെ നിലവിളി വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഇത്ര മനോഹരമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥനയിലെ മിഴിവുറ്റ ഭാഗം അന്വർത്ഥമാകുകയല്ലേ അക്ഷരാർത്ഥത്തിൽ. അത്ഭുതമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ആ സുമേന്ദർ സിംഗ് തൻ്റെ ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ 2007 ഈ പുല്ലുവഴിയിലെ ഭവനത്തിൽ എത്തുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും സിസ്റ്ററിൻ്റെ കബറിടത്തിലെത്തി അവരോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നത്. ഞാൻ അന്ധകാരത്തിലായിരുന്നു, എനിക്ക് തെറ്റിപ്പോയി എന്ന് വിലപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സിസ്റ്റർ റാണി മരിയ നൽകുന്ന ഒരു ആവേശമുണ്ട്. അത് നമുക്ക് ഹൃദയത്തിൽ നമുക്ക് സ്വന്തമാക്കുവാൻ ഈ ദിവസം നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ഒന്നാമതായിട്ട്, നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ. നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുണ്ടാകണം. 7 മക്കളിൽ നിന്നാണ് 2 പേർ ദൈവവിളി. മക്കളില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെ ദൈവവിളി ഉണ്ടാകും? അതുകൊണ്ട് കുടുംബങ്ങളിൽ മക്കളുണ്ടാകണം. ദൈവം നൽകുന്ന അത്രയും മക്കളെ സ്വീകരിക്കുക. അവരെ ദൈവത്തിന് ഞാൻ തിരികെ കൊടുക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുക, ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുക, വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയുള്ളതാക്കി തീർക്കണം. എപ്പോഴും ശാലോമിലെ പ്രോഗ്രാമെല്ലാം തുറന്നു വെച്ച് എപ്പോഴും അവിടെ ജപമാലയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, നല്ല പ്രഭാഷണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് റാണി മരിയ ഉദയം ചെയ്യും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് സുഖലോലതയും സന്തോഷവും ആഡംബരവും എല്ലാം ഉണ്ട്. അതിനപ്പുറത്ത് ഒരു വിശുദ്ധിയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ റാണി മരിയയുടെ മാതാപിതാക്കളായ പൈലിച്ചേട്ടനും ഏലിയാമ്മ ചേട്ടത്തിയും നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നല്ല മാതാപിതാക്കൾ. അപ്പോൾ നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായിട്ട്, ദേവാലയമായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കണം. നമുക്ക് നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന ഈശോയുടെ വചനം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയില്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട റാണി മരിയ. ഗോതമ്പ് മണി വെറുതെ ഇരുന്നാൽ അത് അതേപോലെ, നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അവൾ അഴിഞ്ഞു, ധാരാളം ഫലം പുറപ്പെടുവിക്കുകയാണ്. അവൾ സന്യാസിനി എന്ന നിലയിൽ തൻ്റെ ചെറിയതായി ശുശ്രൂഷകളിൽ നിന്നിരുന്നെങ്കിൽ, തനിക്കെതിരെ വരുന്ന ജന്മിമാരെയും ഭൂ ഉടമകളെയും കൃത്യതയോടുകൂടി നേരിട്ടില്ലായിരുന്നെങ്കിൽ, അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരുടെ ഭീഷണി കേട്ടുകഴിഞ്ഞപ്പോൾ അങ്ങ് പത്തി താഴ്ത്തിയിരുന്നെങ്കിൽ, അനങ്ങാതിരുന്നിരുന്നെങ്കിൽ അവൾ ഒരിക്കലും മരിക്കുകയില്ലായിരുന്നു. ഈശോയെ പോലെ ഫരിസേയരും പ്രധാനാചാര്യന്മാരും എല്ലാം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നെങ്കിൽ ഈശോ മരിക്കുകയില്ലായിരുന്നു, കുരിശിൽ മരിക്കുകയില്ലായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട റാണി മരിയായും ഇങ്ങനെ അനീതിയും അഴിമതിയും കണ്ടപ്പോൾ നിശബ്ദമായിരിക്കുവാൻ സാധിച്ചില്ല. കാരണം അവൾ ഒരു പ്രവാചികയായിരുന്നു, അതിനെതിരെ ശക്തമായിട്ട് പോരാടി, അതുകൊണ്ട് രക്തസാക്ഷിണിയായി. നമുക്കും ഈ അവസരം നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുകയില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുവാൻ നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുക. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞെങ്കിലേ ഫലം പുറപ്പെടുവിക്കൂ, അതല്ലെങ്കിൽ വെറുതെ ഇരിക്കും എന്ന പാഠം ഈശോ നമുക്ക് നൽകുമ്പോൾ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്കുള്ളതാണ്. ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ് ശത്രുക്കളോട് ക്ഷമിക്കുക. വിശുദ്ധ റാണി മരിയയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം അതാണ്. ആ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും എല്ലാം ആ ഘാതകരെ കണ്ട് മാപ്പ് അവരോട് ക്ഷമിച്ചെങ്കിൽ അത് വിശുദ്ധ റാണി മരിയയുടെ ജീവിതത്തിൽ നിന്ന് നൽകുന്നതാണ്. ആ പാഠമാണ് നമുക്ക് നൽകുന്നത്.
നമ്മുടെ ശത്രുക്കളോടും നമ്മളെ വേദനിപ്പിച്ചവരോടും നമുക്ക് അതിരുകളില്ലാതെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. അതാ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയിൽ സൂക്ഷിക്കാം, നമ്മുടെ ജീവിതം സമർപ്പിക്കാം, നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം, രക്തസാക്ഷികളുടെ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം, നമ്മളെ വേദനിപ്പിക്കുന്നവരോട് പൂർണ്ണമായിട്ട് നമുക്ക് ക്ഷമിക്കാം. വാഴ്ത്തപ്പെട്ട റാണി മരിയ നൽകുന്ന ഉന്നതമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താം. അവരുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധരുടെ പദവിയിലേക്ക് അവരെ ഉയർത്തണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിച്ച ശാലോം കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട റാണി മരിയായുടെ മാധ്യസ്ഥ്യം വഴി ധാരാളം അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകൾക്കും ദൈവം നൽകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.